എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രതീഷ്. കണ്ണൂർ ജില്ലയിലെ ചക്കരക്കല്ല് നാലാംപടിക സ്വദേശിയാണ്. ഞാൻ കൊളച്ചേരി പഞ്ചായത്തിലെ പാടിക്കുന്ന് എന്ന പ്രദേശത്ത് ഒരു ഏബിൾ വില്ലേജ് എന്ന ടൂറിസ്റ്റ് സ്പോട്ട് നമ്മൾ കഴിഞ്ഞ ജനുവരി 16 ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അത് പ്രധാനമായും നമ്മളുടെ ആഗ്രഹം എന്ന് പറയുന്നത് കൃഷിയോടനുബന്ധിച്ചിട്ടുള്ള കന്നുകാലി, ആട്, കോഴി, മത്സ്യം അങ്ങനെ പലതരം കൃഷികളും അതിനെ പ്രോത്സാഹിപ്പിക്കലും ഇനി വരുന്ന തലമുറക്ക് അതിനെപ്പറ്റി പഠിക്കാനും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും ഇത് കണ്ട് ആസ്വദിക്കാനും ഇതിനു വേണ്ടിയാണ് നമ്മളിവിടെ ഒരു ഏബിൾ വില്ലേജ് എന്നുള്ള പാർക്ക് തുടങ്ങിയിട്ടുള്ളത്. വിദേശ ഇനം പക്ഷികളും പലതരം പാമ്പുകൾ, മുയൽ, പലതരം പക്ഷി, വിവിധ ഇനം മൃഗവർഗ്ഗങ്ങളും പക്ഷികളും ഇവിടെയുണ്ട്. പിന്നെ നല്ല അലങ്കാരമായിട്ടുള്ള ഒരു മത്സ്യത്തിന്റെ ഒരു ടണലുണ്ട്. ബാക്കി പലതരം പശുക്കളുണ്ട്. 15 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു ഉള്ള സ്ഥലത്ത് അതിഗംഭീരമായിട്ടുള്ള ഒരു പെറ്റ്സ് വില്ലേജ് ഇവിടെ കാണികൾക്കായിട്ട് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒട്ടകപ്പക്ഷി, പലതരം പക്ഷികളും, പോക്കറ്റ് മങ്കി, അങ്ങനെ വില കൂടിയതും ആയ വിദേശ ഇനം പക്ഷികളും ജന്തുക്കളും ഉള്ള ഒരു അതിവിശാലമായ കാഴ്ച നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഒരു അണ്ടർ വാട്ടർ ടണൽ മത്സ്യത്തിന്റെ 25 മീറ്ററോളം വരുന്ന, കേരളത്തിൽ ഇത്രയും വലിയൊരു ടണൽ ഇല്ലാന്ന് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു ഭയപ്പെടുത്തുന്ന ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പകുതി പ്രകൃതിയാലും പകുതി നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. പിന്നെ വിവിധ ഇനം പശുക്കൾ, വിവിധ ഇനം ആടുകൾ അത് ഇവിടെയുണ്ട്. പിന്നെ കുട്ടികൾക്കായി കളിച്ചുല്ലസിക്കാൻ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനു പുറമെ പച്ചക്കറി, പിന്നെ പൂന്തോട്ടം, നഴ്സറി, അങ്ങനെ പലതരം കാഴ്ചകളും പലതരം വാഴകൾ, അങ്ങനെ അതെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫിഷറീസ് വകുപ്പിന്റെ ഒരു ബയോഫ്ലോക്ക് സംവിധാനമുണ്ട്. അതിനകത്ത് വെച്ചാൽ മീനിനെ ഇട്ട് പിന്നെ മീനിനെ വളർത്തി വലുതാക്കിയിട്ട് ഇവിടെ നമ്മളെ ഹോട്ടലിൽ തന്നെ വെച്ചാൽ പാകം ചെയ്ത് കൊടുക്കുന്നതാണ്. അടുത്തൊരു പദ്ധതി അതിനെ നമ്മൾ വെച്ചാൽ ഒരു കുളമുണ്ട്, ഒരു 4 കെട്ട് കുളം. അതിൻ്റെ അകത്ത് മീനിനെ ഇട്ട് ചൂണ്ടിയിട്ട് അവിടെ നിന്ന് പിടിച്ച് അവിടെ നിന്ന് തന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കേണ്ട ഒരു സൗകര്യം മനസ്സിലുണ്ട്. അതിപ്പോൾ നിലവിൽ അതിൻ്റെ പരിപാടി തുടങ്ങിയിട്ടില്ല, അടുത്ത് തന്നെ ഉണ്ടാകുന്നതാണ്. നമുക്ക് ഇവിടെ ഹോട്ടലിൽ തന്നെ ഭക്ഷണത്തിന്റെ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഒരു 10-200 പേർക്ക് ഇരിക്കാനുള്ള ഒരു മീറ്റിംഗ് ഹാളുണ്ട്. പല ആൾക്കാർക്ക് SLC ബാച്ച് മറ്റേ ഇത് ചെറിയ ചെറിയ പരിപാടികളെല്ലാം നടത്താനുള്ള സൗകര്യം, ഫുഡിന്റെ കാര്യങ്ങളും എല്ലാം എന്ന് വെച്ചാൽ ഒരു പാക്കേജായിട്ട് നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ ഏബിൾ വില്ലേജിലേക്ക്, നമ്മൾ പുതിയൊരു സംരംഭമായ ഏബിൾ വില്ലേജിലേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു. എല്ലാവരും വന്ന് നമ്മളോട് സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത് വെറും ഒരു പാർക്കോ കാര്യമോ മാത്രമല്ല, ഇവിടെ വരുന്ന കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ കൃഷിയെപ്പറ്റി പഠിക്കാനും അല്ലെങ്കിൽ മറ്റേ പശുവിനെ പറ്റി പഠിക്കാനും അതിൻ്റെതായ ആൾക്കാർ നിങ്ങൾ കുട്ടികളെ ആക്കി തരുമെങ്കിൽ നമ്മൾ അതിൻ്റെ ആൾക്കാർ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിനും ക്ഷീരവികസന വകുപ്പിൽ ഉദ്യോഗസ്ഥന്മാർ വന്ന് കുട്ടികൾക്കെന്ന് വെച്ചാൽ പ്രത്യേകതരം ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട ഒരു സൗകര്യമുണ്ട്. അതിന് നമ്മൾ കാര്യങ്ങൾ ഫീസോ ഒന്നും വാങ്ങിക്കൂല. അപ്പോൾ ഇത് വരുന്ന തലമുറക്ക് കൃഷിയെപ്പറ്റി പഠിക്കാനും വേണ്ടിയിട്ട് കൂടിയുള്ള ഒരു സംരംഭമാണിത്. അന്യം നിന്ന് പോകുന്ന ഇതാണ് കൃഷി. അപ്പോൾ അതും കൂടി പരിഗണിച്ചിട്ടാണ് നമ്മൾ ഈ പാർക്ക് ആരംഭിച്ചിട്ടുള്ളത്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.